താണകുളത്തിൽ വീണൊരു ചിരിക മിക്കൊരു പുഷ്പം തണ്ടുമുറിഞ്ഞും ഉടനെ കേറി അകമ്പടി വീട്ടിൽ ഉഗ്രത ചെയ്തൊരു ദുഃഖമനേകം മതപാരോട് പൈതങ്ങളെയെല്ലാം മായിലൊക്കെ വെളിച്ചപ്പാടായി ഉള്ളവയൊക്കെ തുള്ളിപ്പാഞ്ഞും കന്നും കാലികൾ അടിയാരൊക്കെ കാട്ടുമലമ്പുലി തിന്നുമുടിച്ചു. ഇപ്പൊ തെയ്യത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ വിഷ്ണുമൂർത്തി എന്ന തെയ്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പറയേണ്ടത്, വിഷ്ണുമൂർത്തി വന്നത് വടക്ക് നിങ്ങോട്ടിയാണ്. ആ വടക്ക് നിങ്ങോട്ടി വരാനുള്ള പ്രധാനപ്പെട്ട കാര്യകാരണം പറയുന്നത്, ഇവിടെ നീലേശ്വരം പള്ളിക്കര കോണത്ത് കുറുവാട്ട് തറവാട്ടിൽ പുറംപണിക്കാരനായി പണിയെടുക്കുന്ന ഒരു തീയ സമുദായത്തിലെ ചെറുപ്പക്കാരനും അതുപോലെ തന്നെ ഈ വലിയ നാട്ടുപ്രമാണിയായ കുറുവാട്ട് കുറുപ്പിന്റെ വീട്ടിലെ പണിക്കാരനും ആടിയിലെ പെണ്ണുങ്ങളായിട്ട് എന്തോ ഒരു ചെറിയ വർത്താനം ഇങ്ങനെ പറഞ്ഞു എന്നില്ല ഒറ്റ കാരണം കൊണ്ട് അവനെ ശരിപ്പെടുത്തണമെന്ന് ഇയാൾ പറയുന്നത് ഈ മരുമകളായ സ്ത്രീ കേട്ടു എന്നാണ് പറയപ്പെടുന്നത്. എനിക്കതിന് രേഖാപരമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ല. അങ്ങനെ ഇയാളോട് പറയാണ്, ഈ കണ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഈഴവ സമുദായം അല്ലെങ്കിൽ തീയ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനോട് ഈ സ്ത്രീ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇപ്പം മാഷരീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത് എഴുത്തുകാരുടെ ഭാവനയായിരിക്കും, അതിനും നമ്മൾ എതിർക്കാൻ പോണ്ട. അങ്ങനെ ഇയാള് വീട് നാട് വിട്ടിട്ട് പോയി എത്തുന്നത് മംഗലപുരം ഇപ്പുല്ല റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് കിഴക്ക് ഭാഗത്ത് കോയിൽ കുടുപ്പാടി വീട് എന്ന് പറയുന്ന ഒരു ഈഴവ അല്ലെങ്കിൽ തീയ സമുദായത്തിന്റെ ഒരു തറവാട്ട് വീട്ടിലാണ്. അവിടെ തണ്ടാർമാത എന്ന് പറയുന്ന, തണ്ടാമാർ എന്ന് വരെ തീയ സമുദായത്തിൽപ്പെട്ടവരെ തണ്ടാമാർ എന്ന് വിളിക്കലുണ്ട്. തണ്ടാർമാത എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീട്ടിലാണ് ഇയാൾ അഭയം തേടുന്നത്. അങ്ങനെ അവിടെ ആ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുകയും അമ്മയുടെ ഉപചാരകർമ്മങ്ങളെല്ലാം ഭക്തി ആദരപൂർവ്വം നടത്തുകയും ചെയ്ത ഒരു നല്ല മനുഷ്യനാണ് കണ്ണൻ. അങ്ങനെ അവിടെ വിഷ്ണു പൂജയുണ്ട്. ആ വിഷ്ണുവിനെ പൂജിക്കുന്ന പ്രധാനപ്പെട്ട അമ്മയുടെ പൂജ എന്ന് പറഞ്ഞാൽ പാല് വെച്ചിട്ട് കൊടുക്കലാണ് വിഷ്ണുവിന്. അപ്പോൾ ഒരു ദിവസം അമ്മ അങ്ങോട്ട് പോകുമ്പോഴേക്ക് പാല് കാണുന്നില്ല അവിടെ. അപ്പോൾ വിളിക്കുന്നത് പാലന്തായി കണ്ണാണ്. യഥാർത്ഥ കണ്ണന്റെ പേര് കണ്ണന്, ഈ അമ്മച്ചി പറഞ്ഞ് പാലന്തായി കണ്ണാണ്. ആ പേരാണ് പിന്നീട് പാലന്തായി കണ്ണനായിട്ട് രൂപാന്തരപ്പെട്ടത്. അങ്ങനെ അപ്പോൾ 12 വർഷം, നീണ്ട 12 വർഷം കഴിയുന്നു. അങ്ങനെയാണ് ചരിത്രത്തിന്റെ വിവിധ വശങ്ങൾ പറയുന്നത്. ആ 12 വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് രാത്രി സ്വപ്നം കാണിക്കുന്നു. എന്നിട്ട് ഇയാള് വെള്ളോല കൊടയും ചിരികി എടുത്തിട്ട് അമ്മയോട് അനുവാദം വാങ്ങി ആടുന്ന് വീണ്ടും ജനിച്ച നാട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഇപ്പോൾ 12 കാതം വഴിയാണ് മംഗലാപുരത്ത് നിന്ന് നീലേശ്വരം പള്ളിക്കരയിലേക്ക്. ആ 12 കാതം വഴി ഞങ്ങളെ തെയ്യത്തിന്റെ തോറ്റത്ത് പറയുന്നു. 12 കാതം വഴി ഒരു കാതമായി കൊടുവലിനകത്ത് വട്ടം വെച്ചതാണ് തെയ്യത്തിന്റെ വാക്ക് തന്നെ. അപ്പോൾ അത്രയും പെട്ടെന്ന് അയാൾ നാട്ടിലെത്തുന്നു. മൂലപ്പള്ളി എത്തുമ്പോൾ അവിടെ ഇതുണ്ട്, നമ്മള് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചും കൂടെ വടക്കോട്ടി മാറിയാൽ മൂലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു പെരിങ്കൊല്ലുണ്ട്, വലിയ മൂലപ്പള്ളി കൊല്ലൻ എന്ന് പറയാള്. അയാളെ വീട്ടിൽ കയറി ആയുധമെല്ലാം കടഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പള്ളിക്കര എത്തി ഇയാള് ആടെ എത്തുമ്പോഴേ തന്നെ ഈ കുറുവാട്ട് കുറുപ്പിന് വിവരം കിട്ടുന്നു, ഇങ്ങനെ ഇപ്പൊ നാട് വിട്ട കണ്ണൻ വന്നിട്ടുണ്ട്. ആ വിവരം കിട്ടിയതിന്റെ ഭാഗമായി ഇയാൾ ഇവനെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ ആടെ കോട്ടപ്പുറത്തിന്റെ കുറച്ചിപ്പുറം കദളിക്കുളം എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോഴും ആ കുളം അതുപോലെയുണ്ട്. അയാൾ ആ കുളത്തിൽ കഴിഞ്ഞ് കാലും കൈയും കഴുകാൻ കഴിയുമ്പോൾ ഇയാൾ വൈകുന്ന് ചിരിക കൊണ്ട് കൊത്തി ഇയാളെ 2 കഷ്ണമാക്കുന്നു. കുളത്തിന് താഴെന്നല്ല മൂന്ന്, കുളത്തിന്റെ പടി മൂന്ന്. അപ്പൊ ഇയാള് തല തെറിച്ചപ്പോൾ ഒരുപാട് രക്തം കുളത്തിലേക്ക് വീണു. അപ്പൊ ഇയാള് കാലുകൊണ്ട് തട്ടി ചാടുന്നു. ഈ ചിരിക തെറിച്ച് കുളത്തിൽ വീണു. അപ്പൊ ആ ചിരികയുടെ ഇളക്കത്തിൽ കുളത്തിലുണ്ടായ താമരപ്പൂ എന്ന് പറഞ്ഞൂടാ, നമ്മതിനെ പറയണമെന്ന് പൂത്താലി എന്ന് പറയുന്നത് കുളത്തിലുണ്ടാന്ന് കണ്ടില്ലേ. അത് താണകുളത്തിൽ വീണൊരു ചിരിക മിക്കൊരു സമയം മിക്കൊരു പുഷ്പം തണ്ടുമുറിഞ്ഞു. ഒരു ക്ഷണനേരം കൊണ്ട് ആ താമരക്കുളത്തിലെ താമരകളെല്ലാം മുറിഞ്ഞു കഴിഞ്ഞു എന്നാ പറഞ്ഞു. എന്നിട്ട് ആ ചിരിക മേലെ കയറി അകമ്പടി വീട്ടിലേക്ക് പോകുന്നു. ഇയാള് കുറുവാട്ട് കുറുപ്പിന്റെ അവിടെ പോയി ഇയാൾ ഒരുപാട് ദ്രോഹങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. ഈ പരാക്രമെല്ലാം കണ്ടപ്പോൾ അയാൾ ഭയപ്പെട്ടിട്ട് ഒരു ജ്യോത്സര വ്യക്തി പ്രശ്നം വെക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇത് വിഷ്ണുമൂർത്തിയുടെ എത്തിയിട്ടുണ്ടെന്നും അടിയന്തരമായി കണ്ണനെ കൊന്നതിന്റെ പ്രാശ്ചിത്തം, ആ കൊലപാതകത്തിന്റെ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ആടെ കണ്ണനെയും കൂടി തെയ്യം കെട്ടി കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിന്റെ അകത്തൊരു പള്ളിയറ തീർക്കണം പറഞ്ഞിട്ട് ഈ കുറുവാട്ട് കുറുപ്പ് എന്ന് പറയുന്ന അന്നത്തെ നാടുവാഴി
ഇയാൾ തീർത്ത ക്ഷേത്രമാണ് വൈകുണ്ഠ ക്ഷേത്രം, കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠം എന്ന് പറയുന്നത്. അത് അതിനൊരു ശ്ലോകം തന്നെയുണ്ട്. എൻ്റെ ഇടയിൽ ഒരു വലിയ പണ്ഡിതനായ ഒരു കവി എഴുതിയ ചെപ്പില്ലം വിട്ടുകണ്ണൻ കുട ചെരികയുമായി ഒത്തുചേർന്നള്ളടത്തിൽ നൽപുണ്യ ക്ഷോണി കോട്ടപ്പുറമുളവാർ അത്ഭുതാകാരമൂർത്തയെ. ഇതോറ് എഴുതിയൊരു സ്തുതിയുടെ ഭാഗം. രണ്ടുണ്ടോവത കൊണ്ടൽ വർണ്ണനുടെ വൈകുണ്ഠങ്ങൾ എന്നീ വിധം കണ്ടാൽ ഇണ്ടലർക്കും അവിടെ കണ്ടാകിൽ ഉണ്ടാം ഭ്രമം കണ്ടെത്താൻ കൊതി പൂണ്ടവനുണ്ട് ഗതി വൈകുണ്ഠേശനുണ്ടേകുവാൻ. അപ്പൊ അത്രയും പവിത്രമായ സ്ഥലമാണ്. ആ സ്ഥലം നിന്ന് ഏറ്റവും പേരും പ്രശസ്തിയുമുള്ള കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമായി മാറിയത്. ഇതാണ് പെരുദേവത മംഗലാപുരത്ത് എടുത്തേക്ക് എത്താനുള്ള കഥയുടെ രത്ന ചുരുക്കം. വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു.